വെൽക്കം ടു ഹൗസ് ഓഫ് ട്രേഡിംഗ്. ഗൈസ്, ലാസ്റ്റ് വീക്ക് എങ്ങനെയാണ് ട്രേഡ് എടുത്തത്? 4 ട്രേഡിംഗ് ഡേയ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് ട്രേഡ്സും കാര്യങ്ങളും എടുത്തത്? അതിൻ്റെ ഔട്ട്കംസ് എന്തായിരുന്നു? എങ്ങനെയുള്ള ദിവസങ്ങളായിരുന്നു? അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ത്രൂ നോക്കാം. എക്സ്പെഷ്യലി ഫ്രൈഡേ സെൻസെക്സിലാണ് ട്രേഡ്സ് എടുത്തത്. എൻ്റെ അനാലിസിസ് കംപ്ലീറ്റ്ലി റോങ് ആയിരുന്നു. പക്ഷെ നമ്മൾ മാർക്കറ്റിന് എഗെയിൻസ്റ്റ് ട്രേഡ് ചെയ്തുകൊണ്ടേയിരുന്നു. ഒരുപാട് ഹ്യൂജ് ലോസ് മേക്കേണ്ട ദിവസമായിരുന്നു. പക്ഷെ നമ്മൾ ഔട്ട്കം വളരെ ചുരുക്കി വളരെ ചെറിയൊരു ലോസിലാണ് അന്നത്തെ ദിവസം എൻഡ് ചെയ്തത്. സോ അന്നത്തെ ദിവസം എങ്ങനെയാണ് ട്രേഡ്സും കാര്യങ്ങളും എടുത്തതെന്നും നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ടെലിഗ്രാം ഗ്രൂപ്പിലുള്ളവർക്ക് അതൊരു പ്രോബ്ലം ആയിരിക്കത്തില്ല. അവർക്കറിയാം. യൂഷ്വലി ഞാൻ ഗ്രൂപ്പിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ ത്രൂ ഞാനത് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. സോ ഗൈസ്, ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ സ്ക്രീൻ. ഇത് ലാസ്റ്റ് വീക്ക് നിഫ്റ്റിയിലെ ചാർട്ടായിരുന്നു. 4 ട്രേഡിംഗ് ഡേയ്സ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. മൺഡേ മോർണിംഗ് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നല്ലൊരു ഫോളായിരുന്നു. ഏകദേശം 250 പോയിന്റ്സിൻ്റെ ഫോള് വരികയും അതിനുശേഷം മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് റിക്കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ റിക്കവറി കംപ്ലീറ്റ്ലി വീണ്ടും സെൽ ഓഫ് ആവുന്നത് കാണാനായിട്ട് സാധിക്കും. വീണ്ടും മാർക്കറ്റ് കംപ്ലീറ്റ്ലി തിരിച്ചു കയറുന്നു. CPR ലെവലിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വലിയൊരു ഇൻഡിക്കേറ്റർ ആയിരുന്നു CPR ലെവൽ. ഇനിയും വരുന്ന വീഡിയോസിൽ ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം വീണ്ടും CPR ലെവലിൽ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് താഴത്തേക്ക് വന്നു. ഈ ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്തപ്പോഴും നമ്മൾ ഇത്രയും മൂവ്മെന്റ് ഉണ്ടായതിനു ശേഷം നമ്മൾ മൺഡേ പ്രോഫിറ്റിലാണ് ഡേ എൻഡ് ചെയ്തത്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് ട്യൂസ്ഡേ എന്താ സംഭവിച്ചതെന്ന് നോക്കാം. ട്യൂസ്ഡേ മാർക്കറ്റ് വൺ സൈഡ് മൂവ്മെന്റ് ആയിരുന്നു. ഏകദേശം 260 പോയിന്റിന്റെ ഒരു വൺ സൈഡ് മൂവ്മെന്റ് മാർക്കറ്റ് തന്നു. അതിനുശേഷം ഒരു ചെറിയ കൺസോൾട്ടേഷൻ തന്നു. ഈ സമയം വരെ നമ്മൾ മാർക്കറ്റ് പ്രോഫിറ്റ് ആയിരുന്നു. ഈ സമയം വരെ മാർക്കറ്റിൽ നമ്മൾ പ്രോഫിറ്റബിൾ ആയിട്ട് നിന്നു. ആഫ്റ്റർ ദാറ്റ് മാർക്കറ്റ് ഫെൽ എ ലോട്ട്. ഇത്രയും താഴത്തോട്ട് വീണ് 300 പോയിന്റിന്റെ ഫോളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. 300 പോയിന്റ്സിന്റെ ഫോളാണ് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ സംഭവിച്ചത്. അപ്പൊ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നേരം നമ്മൾ അക്യുമുലേറ്റ് ചെയ്തിരുന്ന പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ നേരെ ബ്രേക്ക് ഇവനിലേക്കാണ് ഇന്നത്തെ ദിവസം എൻഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മൺഡേ പ്രോഫിറ്റ് ആയിരുന്നു. ട്യൂസ്ഡേ നമ്മൾ ബ്രേക്ക് ഈവൻ ആയിരുന്നു. വെനസ്ഡേ മാർക്കറ്റ് ഇല്ലായിരുന്നു. തേഴ്സ്ഡേയിലേക്ക് വരാൻ നേരം മാർക്കറ്റ് രാവിലെ തന്നെ താഴത്തോട്ട് വീഴുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. രാവിലെ തന്നെ മാർക്കറ്റ് താഴത്തോട്ട് വീണു. ഏകദേശം പോയിന്റ് വീണിരിക്കുന്നത് 250 പോയിന്റ്സിന് അടുത്താണ്. അതിനുശേഷം മാർക്കറ്റ് എവിടെയും പോയിട്ടില്ല. കംപ്ലീറ്റ് കൺസോൾട്ടേഷൻ ആയിരുന്നു നിഫ്റ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. നമ്മൾ ഈ ദിവസം പ്രോഫിറ്റിലാണ് നമ്മളുടെ ട്രേഡ്സും കാര്യങ്ങളും എൻഡ് ചെയ്തത്. നിങ്ങൾക്കറിയാം, എവിടെയും പോകാത്ത മാർക്കറ്റിൽ ഒരിക്കലും അത് എൻ്റെ കഴിവാണെന്ന് പറയത്തില്ല. മാർക്കറ്റ് നീങ്ങിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് സാധിച്ചു. സോ ഇതാണ് നമ്മളുടെ തേഴ്സ്ഡേ സംഭവിച്ചത്. വലിയ മൂവ്മെന്റ് ഒന്നും ഇല്ലാത്തൊരു വളരെ കൺസോൾട്ടേറ്റിംഗ് മാർക്കറ്റ് ആയിരുന്നു. നമ്മൾ ടെലിഗ്രാം ചാനലിലും വലിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഞാൻ കൊടുക്കത്തില്ല ഇങ്ങനത്തെ ദിവസം. കാര്യം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വളരെ കുറവായിരിക്കും. ഒരു കോൾ ഓപ്ഷൻ, ഒരു പുട്ട് ഓപ്ഷൻ നിങ്ങൾ ഇവിടെ സെല് ചെയ്താൽ തന്നെ നിങ്ങൾ പ്രോഫിറ്റിലേക്ക് മാറും. അതിനുശേഷം നമ്മൾ ഫ്രൈഡേയിലേക്ക് വരാൻ നേരം ഹ്യൂജ് മൂവ്മെന്റ് ആണ് ഫ്രൈഡേയിൽ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, വലിയ മൂവ്മെന്റ് ആണ് സംഭവിച്ചത്. ഏകദേശം പോയിന്റ് അടിസ്ഥാനത്തിൽ നോക്കിയാൽ തന്നെ നിഫ്റ്റി 565 പോയിന്റ്സിന്റെ മൂവ്മെന്റ് നിഫ്റ്റി തന്നിട്ടുണ്ട് നമുക്ക്. ഈ ഒരു പോയിന്റ് ബ്രേക്ക് ചെയ്യത്തില്ലെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ആ പോയിന്റ് വരെ ബ്രേക്ക് ചെയ്ത് ഏകദേശം 23,700 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മേലോട്ട് പോയി. ഈ പോയ ഇതിൽ നമ്മൾക്ക് ഇന്നത്തെ ദിവസം ലോസ് ബുക്ക് ചെയ്യേണ്ടി വന്നു. എങ്ങനെയാണ് ലോസ് ബുക്ക് ചെയ്തതെന്നും അതിന്റെ കംപ്ലീറ്റ് അനാലിസിസും എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളിപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ അപ്ഡേറ്റ് ചെയ്ത കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരാം. ഗായ്സ്, ദിസ് ഈസ് അവർ ടെലിഗ്രാം ചാനൽ. ഇതിനകത്താണ് ഞാൻ എൻ്റെ ട്രേഡ്സും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇത് 22-ാം തീയതിയായിരുന്നു, നമ്മുടെ ലാസ്റ്റ് ഫ്രൈഡേ. അവിടെ
ഈ കാണുന്ന 2 ബ്ലൂ ലൈൻസിലാണ് എൻ്റെ പൊസിഷൻസ് ഹോൾഡ് ചെയ്തിരിക്കണമെന്ന് ഞാൻ ആദ്യം തന്നെ മെൻഷൻ ചെയ്തിരുന്നു. 9:20 ആയപ്പോൾ തന്നെ ഞാൻ എൻ്റെ ട്രേഡ്സും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തായിരുന്നു. തൊട്ടടുത്ത മിനിറ്റുകളിൽ തന്നെ 9:30 ആയപ്പോൾ തന്നെ എൻ്റെ പൊസിഷൻ്റെ അടുത്തേക്ക് മാർക്കറ്റ് നീങ്ങി. ഞാൻ റെഡിലാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞായിരുന്നു. ഏകദേശം 1400 രൂപയ്ക്ക് അടുത്തായിരുന്നു ആ സമയത്ത് ലോസിലുണ്ടായിരുന്നത്. ഇതെൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലെ ലോസ് ആയിരുന്നു കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. 9:45 ആയപ്പോൾ തന്നെ ഞാൻ എല്ലാവരോടും പറയായിരുന്നു സ്റ്റേ ഔട്ട് ഓഫ് ദിസ് മാർക്കറ്റ്. ഭയങ്കര ക്രേസി മാർക്കറ്റാണ്, ലിക്വിഡിറ്റി ഇല്ല, സ്റ്റോപ്പ് ലോസസ് ഹണ്ട് ചെയ്യപ്പെടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. സെൻസെക്സ് ആ സമയത്ത് നല്ല മൂവ്മെന്റ് തന്നുകൊണ്ടിരുന്നത്. ഏകദേശം 1700 പോയിന്റ്സിൻ്റെയൊക്കെ മൂവ്മെന്റ് ഓൾറെഡി 10 മണിയായപ്പോൾ തന്നെ സെൻസെക്സ് നീങ്ങിക്കഴിഞ്ഞിരുന്നു. എൻ്റെ പൊസിഷൻ ഞാൻ വീണ്ടും അപ്ഡേറ്റ് ചെയ്തിട്ട് ഞാൻ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്ത് കൊടുത്തായിരുന്നു. അതിനകത്ത് തന്നെ 77,600 എന്ന് പറയുന്ന പൊസിഷന് ഞാൻ 2 ഇരട്ടി ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 1.25 ആയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അധികം അപ്സൈഡ് മൂവ്മെന്റ് ഇനി പ്രതീക്ഷിക്കുന്നില്ല, താഴത്തേക്ക് മാർക്കറ്റ് വീഴാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിന് അനാലിസിസ് ആയിട്ട് ഞാൻ കാണിച്ചത് ഇതായിരുന്നു. ഈ ആഴ്ചയിലെ ഹൈ ആയ 23,783 എന്ന് പറയുന്ന സ്ട്രൈക്ക്, നിഫ്റ്റിയിലെ സ്ട്രൈക്ക് ബ്രേക്ക് ചെയ്യത്തില്ലെന്ന്, മാർക്കറ്റ് മേളിലോട്ട് പോകത്തില്ലെന്ന് ഞാൻ വിശ്വസിച്ച് എൻ്റെ പൊസിഷൻസ് കൂട്ടുമായിരുന്നു. പക്ഷെ നമ്മൾ കുറേയൊക്കെ നമ്മളുടെ പൊസിഷൻസ് മാനേജ് ചെയ്തായിരുന്നു. ലോസിലായിരുന്നു അന്നത്തെ ദിവസം സെൻഡ് ചെയ്തത്. ഞാൻ വെരിഫൈഡ് P&L നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാവരോടും പറഞ്ഞായിരുന്നു എൻ്റെ വ്യൂസ് കംപ്ലീറ്റ്ലി റോങ് ആയിരുന്നു, മാർക്കറ്റ് ഭയങ്കര വോളറ്റൈലും ആയിരുന്നു. എൻ്റെ ബാക്കി 4 അക്കൗണ്ട്സും ഈ സെയിം ഡേയിലി ലോസിലാണ് ഞാൻ എൻഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന വെരിഫൈഡ് P&L എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ ഇതായിരുന്നു. നിങ്ങൾക്ക് ഇതേപോലത്തെ ലൈവ് മാർക്കറ്റിൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ബയോയിലുണ്ടാവും. ലാസ്റ്റ് വീക്ക് എൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ജസ്റ്റ് ഒന്ന് കാണാം. ഏകദേശം 2,400 രൂപയ്ക്ക് അടുത്ത് നമ്മൾ പ്രോഫിറ്റ് ആണ് മേക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. വെരിഫൈഡ് P&L ആയിരുന്നു. ഫയേഴ്സിന്റെ വീക്ക്ലി ആണ് കാണിച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് 2,400 രൂപയാണ് നമ്മൾ പ്രോഫിറ്റ് മേക്ക് ചെയ്തത്. എല്ലാ വീക്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ചെയ്ത് കാണിക്കുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നത്. ഇത് ലാസ്റ്റ് വീക്ക് FII DIയും ബൈ സെൽ ഡേറ്റാസ് ആയിരുന്നു. നിങ്ങൾ കാണാൻ സാധിക്കുന്ന പോലെ FIIs എല്ലാ ദിവസവും സെല് ചെയ്യുകയും DIs എല്ലാ ദിവസവും ബൈ ചെയ്യുകയും ചെയ്തു. ഈ കംപ്ലീറ്റ് മന്തിലേക്ക് നോക്കിയാൽ 40,000 കോടി രൂപയ്ക്ക് FIIs സെല് ചെയ്തപ്പോൾ 37,500 കോടി രൂപയ്ക്ക് DIs ബൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരിക്കലും മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്തിട്ടല്ല ട്രേഡും കാര്യങ്ങളും എടുക്കുന്നത്. മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു അതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മളുടെ വ്യൂസ് എപ്പോഴും ചേഞ്ച് ചെയ്യാറുണ്ട്, അതിന് റിയാക്ട് ചെയ്യുക ചെയ്യുന്നത്. നെക്സ്റ്റ് വീക്ക് ഞാൻ ഇതാണ് ലെവൽസ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന 2 ലെവലുകൾ. 23,200 ഇത് ഡൗൺ സൈഡ് നമുക്ക് നല്ല ഒരു റേഞ്ച് കിട്ടിയിട്ടുണ്ട്. 700 പോയിന്റ്സിന്റെയും 560 പോയിന്റ്സിന്റെ. യൂഷ്വലി നമ്മൾ ഒരു വീക്ക് ഇത്രയും വലിയ റേഞ്ചോ കാര്യങ്ങളോ എടുത്ത് വെച്ച് ട്രേഡ് ചെയ്യാറില്ല. പക്ഷെ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനും നെക്സ്റ്റ് വീക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി എക്സ്പയറി ഉണ്ട്. എല്ലാത്തിൻ്റെയും മന്ത്ലി എക്സ്പയറീസ് ഉണ്ട്. സോ മന്ത്ലി എക്സ്പയറീസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് കുറച്ച് വോളറ്റൈൽ ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കുറെ കൂടെ സേഫറായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യാനേ നോക്കത്തുള്ളൂ. So guys, see you tomorrow. Happy trading.